ഞാനൊരു കോയിനെ അട വെച്ചും കഴിഞ്ഞ് പൊല്ലാപ്പിലായി. ഈ ചോന്ന കോയിനാണ് ഞാൻ അട വെച്ചത്. ഈ കോഴിക്ക് ഞാൻ 11 മുട്ട വെച്ചും കഴിഞ്ഞ് അട എത്തിയ. ഇപ്പം അതിലതാ ഒരു മക്കൾ, ഒരൊറ്റ മക്കളാണ് വരുന്നത്. ഈ കോഴി ഈ 11 മുട്ടയായിട്ട് അടയിരുന്നൊരു 5-10 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കറുത്ത കോഴിണ്ടല്ലോ അത് കയ്യേറി മറ്റേനെ പുറത്താക്കി. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഈ കറുത്ത കോഴി, അതിൻ്റെ സൈഡിൽ ഈ ചുവന്ന കോഴിയും കിടക്കും. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ മുട്ട ഇങ്ങനെ നോക്കുമ്പോൾ 11 മുട്ട ഉണ്ട്. വിരുന്നതിന് മുമ്പ് ഇങ്ങനെ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ 11 മുട്ടയുണ്ട്. അങ്ങനെ ഇപ്പോൾ 2-3 ദിവസം ഞാൻ നോക്കാണ്ടായ. ഇപ്പോൾ ഇന്നലെ ആണ് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു വെള്ള ചെറിയ കുട്ടി ഇങ്ങനെ അതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ കോഴിനെ പൊക്കി നോക്കിയപ്പോൾ 8 മുട്ട അതിൽ, 7 മുട്ട അതിൽ ഉണ്ട്. 11 മുട്ട വെച്ചതിൽ 3 മുട്ട അത് ആദ്യം കൊത്തി കുടിച്ചിട്ടുണ്ട്. 2-3 ദിവസം മുമ്പാണ് കൊത്തി കുടിച്ചതാകാം. പിന്നെ വിരിഞ്ഞതൊരൊറ്റ മുട്ട, ബാക്കിയുള്ള 7 മുട്ട നോക്കുമ്പോൾ ഒക്കെ കുലുങ്ങുന്ന ഒക്കെ കീറുന്നു. അങ്ങനെ ഞാൻ കോഴിനെല്ലാം പുറത്ത് വലിച്ചിട്ട് മുട്ടയൊക്കെ എടുത്തൊക്കെ പൊട്ടി ഒക്കെ കീറാൻ നോക്കി. ഒരു മക്കൾ മാത്രം. അങ്ങനെ ഈ കോഴിനെ ഞാൻ മക്കളെ ഇപ്പോൾ ഒരു മക്കളായിട്ട് ഇപ്പോൾ ഇനി സംരക്ഷിക്കാൻ അവരെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുട്ടീനെയും തള്ളനൊക്കെ പുറത്താക്കി. അങ്ങനെ അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, രക്ഷപ്പെടുകയാണ് വന്നോട്ടെ വിചാരിച്ചു ഇങ്ങനെ അതിനെ പുറത്താക്കി. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഒരു വലിയൊരു പുലിവാലായി. ഈ 2 കോഴി ഈ ഒരു കുട്ടിനെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. എന്തൊരു കൊല്ലാപ്പോൾ അത്. ഇപ്പോൾ ഒരു കുട്ടിക്ക് സംരക്ഷണം വയ്ക്കുക, ഇവർ രണ്ടാമത് ഇങ്ങനെ നടക്കുക. എന്താണ് എൻ്റെ കഥ? ഇവർ മുട്ട ഒന്നിടാണ്ട് പിന്നെ ഈ കുട്ടിനെ നോക്കി നടന്നാൽ എങ്ങനെയാണ് ശരിയാക്കുക? ഒരു കുട്ടിക്ക് 2 ആളിങ്ങനെ അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ട് ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ മറ്റേ അല്ല, ഒരു ചെറിയ കുട്ടി, ഇവർ 2 ആളിന് സംരക്ഷണം. ഒരു വീതം പോയിട്ട് മാറിക്കിട്ടാൻ ഒരു രക്ഷയില്ല. ഇവർ 2 ആളിന് ഇപ്പോൾ 2 മാസം ഇതിനെ കൊണ്ടുവന്നാൽ ഇവർക്ക് സമാധാനമാവും. കൊത്തിപ്പിരിയാണെങ്കിൽ 2 മാസം കൊണ്ടുനടക്കണം. ഇതാണ് കഥ. ഞാനിപ്പോൾ ഒരു 5-8 മക്കൾ തന്നെ വിരിയുന്നൊക്കെയുള്ള നിലക്കാണ് ഈറ്റള ആടെ വെച്ചു. ഇപ്പോൾ ഒരു മക്കൾ വെച്ചറിഞ്ഞ ഒരാളത്തെ ഇവൻ കൂട്ടുകയാണ്. ഒരു 2 ആൾ ആട്ടും കൂടെ മാറുമ്പോൾ ഇവനാണ് എന്നെ സംരക്ഷിക്കുന്ന ആൾ. ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ, എന്നോടാ പറയുന്നു. ഇവിടെ വന്നോ, എനിക്കതൊന്നല്ല. ഇവിടെ വന്നോന്ന് പറഞ്ഞു. അവിടെ എന്നെ കൊല്ലാന്നല്ല, ഇവിടെ വാ. ഒച്ചപ്പാടുണ്ടാക്കണ, അവിടെ നിന്നോ. എന്താ എൻ്റെ ശരി? ഈ പോയി സംരക്ഷണം നിൽക്കാനാ? ഇവിടെ പോടും. ഇവിടെ വേണം, അവിടെ നിൽക്കടാ. അവിടെ നിൽക്കാനാണ് എന്നോട് പറഞ്ഞു. ഇവനൊരു പ്രാവശ്യം പോയി എന്ന് വിചാരിച്ചതിന് തിരിച്ചു കിട്ടിയാളാ. ഇവരിപ്പോൾ ആദ്യം 2 പ്രാവശ്യം 2 കോഴിക്ക് വരുത്തില്ല. ഇതിൽ ഒരു 7 കുട്ടികൾ വിരിഞ്ഞ് 8 മുട്ട വെച്ചപ്പോൾ അവർക്ക് കുഴപ്പമില്ല. പിന്നെ വേറൊരു 7 കുട്ടികൾ വിരിഞ്ഞില്ല. അതിലൊരു കുട്ടി മുളക് ചത്തുപോയി. പിന്നെ 6 കുട്ടികൾ അതിലുണ്ടായി ചെറിയ. ഇതിൻ്റെ ഉള്ളിലുള്ള ഇതിൽ പെട്ടെന്ന് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കൊത്തണേ. അപ്പോൾ ആദ്യത്തെ കുട്ടികളാണ് ഈ ചെറിയ കുട്ടികളെ വല്ല കൊത്തുക. ഒരു സമാധാനം കൊടുക്കില്ല കുട്ടിക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിയിട്ട് ഇവരെ അതിൻ്റെ ഉള്ളിൽ പോയി ഞാനാണ് അഭയം തേടുന്നത്. ഞാൻ ഇവിടെ ചെറിയ മറ ഉണ്ടാക്കി കൊടുത്ത് പെട്ടെന്ന് മറ്റേ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് അഭയം തേടുന്നത്. വേണ്ട, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇപ്പുറത്ത് കടന്നാൽ ഇവരെ അണ്ടർഗ്രൗണ്ടിൽ കടന്നാൽ കൊത്തി പരിപ്പെടുക്കുക എല്ലാവർക്കും കൊടുക്കും.
ഇവർ മറ്റേ തൊപ്പല്ലാത്ത കറുത്തൊപ്പല്ലാത്ത സൈസ് കോഴിക്കുട്ടികളാണ് കൂടുതലും. അതിൽ അങ്ങനെ കുറഞ്ഞ ഇത് മാത്രമേ ഉള്ളൂ. നാടനാണ്. നാടൻ തന്നെ ഈ കഴുത്ത് തൊപ്പല്ലാത്ത സൈസാണ്. സംഗതി രസമാണ്. കോഴിക്കുട്ടികളൊക്കെ അങ്ങനെ നോക്കി നടക്കും, രസമാണ്. പക്ഷെ നമ്മളെ ആള് വീട്ടിൽ ഇല്ലെങ്കിലാണ് പ്രശ്നം.